നമസ്കാരം പ്രിയപ്പെട്ടവരെ, അക്ഷയ കേരളമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, വീട്ടമ്മ പെൻഷൻ പദ്ധതി തുടരുമോ, നിർത്തലാക്കുമോ, നിലവിലെ കുടിശ്ശിക എപ്പോൾ ലഭിക്കും, പുതിയ അപേക്ഷകൾക്ക് എന്ത് സംഭവിക്കും, അർഹതാ പരിശോധന എങ്ങനെയായിരിക്കും, സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന പുതിയ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം വ്യക്തമാക്കട്ടെ. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശകലനം തയ്യാറാക്കിയിരിക്കുന്നത്. അന്തിമ സർക്കാർ ഉത്തരവ് വരുന്നതോടെ ചില കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കാം. അതിനാൽ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വീഡിയോ മുഴുവനായി കാണുക. കേരളത്തിലെ സ്ത്രീകൾക്കായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി തുടക്കം മുതൽ വലിയ ശ്രദ്ധ നേടിയ ഒരു പദ്ധതിയാണ്. കുടുംബത്തിൽ വീട്ടുജോലികൾ മാത്രം ചെയ്യുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. കുടുംബത്തിനായി ജീവിതം മുഴുവൻ ചിലവാക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായമെങ്കിലും ലഭിക്കണമെന്ന ആശയമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് നിരവധി സ്ത്രീകൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതിയെ കണ്ടിരുന്നത്. കാരണം സ്വന്തം പേരിൽ സ്ഥിര വരുമാനമില്ലാത്ത നിരവധി സ്ത്രീകൾ കേരളത്തിൽ ഇന്നുമുണ്ട്. അത്തരക്കാർക്ക് പ്രതിമാസ സഹായം ലഭിക്കുമെന്ന് അതൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ സർക്കാർ മാറിയതിനു ശേഷം ഈ പദ്ധതി തുടരുമോ എന്ന ആശങ്ക ഉയർന്നു. പുതിയ സർക്കാർ വന്നതോടെ പലരും ചോദിച്ച പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കുമോ എന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും പല വാർത്തകളും പ്രചരിച്ചു. എന്നാൽ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാവുന്നത്. ഇത് ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം നിരവധി സ്ത്രീകൾ ഈ പദ്ധതിയുടെ തുടർച്ച പ്രതീക്ഷിക്കുന്നവരാണ്. അതേസമയം സർക്കാർ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാണ്. നിലവിലെ ഗുണഭോക്തൃ പട്ടികയിൽ വ്യാപകമായ പരിശോധന നടത്താനാണ് ആലോചന. അർഹരായവർക്ക് മാത്രമേ ആനുകൂല്യം നൽകാവൂ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റം പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും യഥാർത്ഥ അർഹരാണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചിലർ തെറ്റായ വിവരങ്ങൾ നൽകി പട്ടികയിൽ ഇടം നേടിയെന്ന പരാതികളും എത്തിയിട്ടുണ്ട്. ഇത് സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്. അതിനാൽ വലിയ തോതിലുള്ള പരിശോധന നടക്കാനാണ് സാധ്യത. റേഷൻ കാർഡ് വിവരങ്ങൾ, വരുമാന രേഖകൾ, കുടുംബ വിവരങ്ങൾ, മറ്റ് ക്ഷേമ പദ്ധതികളിലെ അംഗത്വം എന്നിവ ഉൾപ്പെടെ വിവിധ വിവരങ്ങൾ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പരിശോധന നടക്കുമ്പോൾ അർഹതയില്ലാത്തവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് സാധ്യത. എന്നാൽ യഥാർത്ഥ അർഹതയായവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് പദ്ധതി തുടർന്നും ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇപ്പോൾ സാമ്പത്തിക വശം നോക്കാം. കേരള സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് സാമ്പത്തിക പ്രതിസന്ധി. വിവിധ ക്ഷേമ പദ്ധതികൾക്കായി വലിയ തുകയാണ് ചെലവഴിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലുള്ള പദ്ധതിയിലും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്കാണ്. ഏകദേശം 18 ലക്ഷം ആളുകൾ നിലവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്രയും വലിയ വിഭാഗത്തിന് ഓരോ മാസവും സഹായം നൽകുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതിനു പുറമെ പുതിയതായി അപേക്ഷ നൽകിയവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. 5 ലക്ഷത്തിലധികം പുതിയ അപേക്ഷകൾ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ അപേക്ഷകളെല്ലാം അംഗീകരിക്കേണ്ട സാഹചര്യം വന്നാൽ സർക്കാരിന്റെ ചെലവ് വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ടാണ് സർക്കാർ കൂടുതൽ സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന കാര്യം കുടിശ്ശികയെ കുറിച്ചാണ്. ഏപ്രിൽ, മെയ് മാസം, അതുപോലെ ജൂൺ, ഈ മാസം എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. അതേപോലെ തന്നെ ജൂലൈ, ഈ 4 മാസത്തെ തുക, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ജൂൺ മാസത്തെയും എല്ലാം ഒരുമിച്ച് തുക വരുമോ എന്നുള്ളതാണ്. നിരവധി ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ നിരന്തരം പരിശോധിക്കുകയാണ്. പലരും അക്ഷയ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് ഓഫീസുകളിലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കുടിശ്ശിക വിതരണം സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇനിയും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക്
തുക വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പലർക്കും ഒരു സംശയമുണ്ട്, കുടിശ്ശിക ഒരുമിച്ച് ലഭിക്കുമോ അതോ ഘട്ടം ഘട്ടമായി ലഭിക്കുമോ എന്നത്. ഈ കാര്യത്തിലും അന്തിമ വ്യക്തത ഇനിയും ലഭ്യമായിട്ടില്ല. എന്നാൽ മുൻകാല അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ സർക്കാർ പലപ്പോഴും കുടിശ്ശിക തുകകൾ ഒന്നിച്ചോ ഘട്ടം ഘട്ടമായോ വിതരണം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇക്കാര്യത്തിലും സമാനമായ സമീപനം ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബഡ്ജറ്റാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ ഈ പദ്ധതിയെക്കുറിച്ച് എന്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് എല്ലാവരും നോക്കിയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനേക്കാൾ അർഹതാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് യഥാർത്ഥ അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതി തുടർന്നേക്കാം. എന്നാൽ അനർഹരെന്ന് കരുതുന്നവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. കാരണം മുന്നു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർ ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുന്ന നടപടികളായിരിക്കും കൂടുതൽ സുതാര്യമായി നടപ്പാക്കാൻ സാധ്യത. ഇത് നടപ്പിലായാൽ സർക്കാർ ചെലവ് കുറയുകയും അർഹരായവർക്ക് കൂടുതൽ കാര്യക്ഷമമായി ആനുകൂല്യം നൽകാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ ഇപ്പോൾ സങ്കടപ്പെടേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ പുതിയ അപേക്ഷ നൽകിയവരുടെ കാര്യവും നോക്കാം. നിരവധി സ്ത്രീകൾ അപേക്ഷ സമർപ്പിച്ച് മാസങ്ങളായി കാത്തിരിക്കുകയാണ്. ഇവരുടെ അപേക്ഷകൾ പരിശോധിക്കുന്ന നടപടികൾക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം നിലവിലെ പട്ടികയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പുതിയ അപേക്ഷകളിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഗുണഭോക്താക്കൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഇവയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതായത് ആധാർ കാർഡും നിങ്ങളുടെ ഏജ് സർട്ടിഫിക്കറ്റ് അതുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഗഡു തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അർഹതാ പരിശോധന നടക്കുമ്പോൾ ഈ രേഖകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും. തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ ആനുകൂല്യം നഷ്ടപ്പെടാനും തുക ഒരുപക്ഷെ തിരിച്ചടയ്ക്കാൻ പോലും നിങ്ങളോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. തിരിച്ചടയ്ക്കൽ നോട്ടീസ് പോലും വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ വിവരങ്ങളും കൃത്യമായി നിലനിർത്തുന്നത് വളരെയധികം പ്രധാനമായ കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. മറ്റ് ക്ഷേമ പെൻഷനുകളെക്കുറിച്ചും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. വിവിധ ക്ഷേമ പെൻഷനുകൾ ഭാവിയിൽ വർദ്ധിപ്പിക്കാനുള്ള ആലോചന സർക്കാർ തലത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബഡ്ജറ്റിൽ അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും UDFന്റെ പ്രകടന പത്രികയിൽ 3000 രൂപ ആക്കുമെന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ഒരു വർധനവ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇനി വരുന്ന ബഡ്ജറ്റുകളിലോ ഇനി വരുന്ന കാലയളവിലോ ഒരുപക്ഷെ ചെറിയ തുകകളെല്ലാം വർദ്ധിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ 3000 രൂപ ആക്കാൻ സാധ്യതയുമുണ്ട്. അതിനാൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെങ്കിലും നടപ്പാക്കാൻ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. പെൻഷൻ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഉയർത്തുക എന്ന ലക്ഷ്യവും ചർച്ചയിലുണ്ട്. എന്നാൽ ഇതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടത് സർക്കാരിന് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പദ്ധതി ഉടൻ അവസാനിപ്പിക്കുമെന്ന സൂചനകൾ നിലവിലില്ല. എന്നാൽ വലിയ തോതിലുള്ള അർഹതാ പരിശോധനകൾ നടക്കാൻ സാധ്യതയുണ്ട്. അർഹരായവർക്ക് പദ്ധതി തുടർന്നേക്കാം, അനർഹരായവരെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കുടിശ്ശിക വിതരണം സംബന്ധിച്ച അന്തിമ സർക്കാർ തീരുമാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പുതിയ അപേക്ഷകളും കാര്യത്തിലും കൂടുതൽ വ്യക്തത വരാനുണ്ട്. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ മാത്രം വിശ്വസിക്കാതിരിക്കുക. സർക്കാർ ഉത്തരവുകൾ വന്ന ശേഷം മാത്രമേ അന്തിമ തീരുമാനങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ ക്ഷേമ പെൻഷൻ, PM കിസാൻ, അതുപോലെ വിവിധ സർക്കാർ സ്കീമുകൾ എന്നിവ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.